തികച്ചും ദാരുണമായൊരു സംഭവമാണ് ഇന്ന് വൈകിട്ട് കൊയിലാണ്ടി ക്ഷേത്ര മഹോത്സവമായി നടന്നിട്ടുള്ളത്. അവിടെ രണ്ട് ആനകൾ തമ്മിൽ ഇടഞ്ഞതാണ്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരാന മറ്റേ ആനയെ ചവിട്ടിയപ്പോഴും ഒരാന ഓടുകയാണ്. ആന ഓടിയപ്പം ക്ഷേത്ര വക ഓഫീസിലേക്ക് കയറി ആ ഓഫീസ് തകർന്നു. ആ ഓഫീസ് തകർന്നപ്പോഴാണ് ഇപ്പോൾ മരണപ്പെട്ടവർക്കുള്ള മാരകമായ പരിക്ക് ഉണ്ടായതെന്നാണ് അവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. നാളത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ 23 പേരാണ് ആശുപത്രിയിലുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ അവിടെ സ്ഥലം സന്ദർശിച്ച് കൊയിലാണ്ടി ആശുപത്രിയിൽ കുറേ കൂടി ചികിത്സ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 3 പേർ കൊയിലാണ്ടി ആശുപത്രിയിലുണ്ട്. അവർക്ക് അത്ര സാരമായിട്ട് തോന്നുന്നില്ല. എന്നാലും ആ കൊയിലാണ്ടി ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് മാറാൻ കഴിയുന്ന പരിക്കുകളെ ഉള്ളൂ എന്നാണ് മനസ്സിലായത്. അവിടെയെല്ലാം കൊയിലാണ്ടി ആശുപത്രി എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി ഡോക്ടർമാരും മറ്റുള്ളവരെല്ലാം തന്നെ അവിടെ പൂർണ്ണമായും സേവനത്തിന് ഒരുങ്ങിക്കൊണ്ട് തയ്യാറെടുത്ത് ഉണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിങ്ങൾ കണ്ടതാണ്. ഇവിടെ എല്ലാവരും പ്രിൻസിപ്പാളും സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള വലിയ ടീം എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്ത് അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയില്ല. ക്ഷേത്ര പരിസരമെല്ലാം ഇപ്പം ഒരു ശ്മശാനമുഖതയിൽ നിൽക്കുകയാണ്. എല്ലാവരും ദുഃഖത്തിലാണ്. ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ പലപ്പോഴും നമ്മുടെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന സംഭവമായിട്ടാണ് നമുക്ക് കാണുന്നത്. സാരമായ കുറച്ച് പരിക്കുകളെല്ലാം സാരമായിട്ട് തോന്നുന്നുണ്ട്, കണ്ട സമയത്ത് കാണുന്നുണ്ട്. പക്ഷേ അപകടകരമായ ഒരവസ്ഥ ഉണ്ടാകും തോന്നുന്നില്ല. അവിടെ പോയപ്പോൾ മനസ്സിലായൊരു കാര്യം, രണ്ട് ആനകളും തമ്മിൽ ഇത് ഒരാന മറ്റേ ആനയെ ചവിട്ടോ അങ്ങനെ എന്തോ ചെയ്തു എന്നാണ് അവിടുന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ പോലീസ് എസ് പിയും വലിയൊരു പോലീസ് സന്നാഹം അവിടെ ഉണ്ട്. അപ്പോൾ എസ് പി എന്നോട് സംസാരിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ ദേവസ്വത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ ആപ്പീസ് തകർന്നു പോയിട്ടുണ്ട്. ഒരാന ദേഷ്യം പിടിച്ച് ഓടുന്ന രീതിയിൽ ക്ഷേത്ര ഓഫീസിലേക്കാണ് ഓടിയത്. ആ ക്ഷേത്ര ഓഫീസ് തകർന്നിട്ടുണ്ട്. അത് തകർന്നപ്പോഴാണ് ഈ പരിക്ക് പറ്റിയവർക്കെല്ലാം അതിൻ്റെ പരിസരത്തു നിന്നാണ് പറ്റിയിട്ടുള്ളത്.